ഇത് കുറച്ച് ചാക്കരി വേവിച്ചാണ്. ഈ ചോറ് കൊണ്ട് പിടി ഉണ്ടാകുക. ചോറ് മിക്സിയിലിട്ടടിച്ച് തേങ്ങ, ജീരകം ഇതൊക്കെ പൊട്ടി അരച്ചെടുത്തിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഉരുട്ടി കുക്കറിൽ പുഴുങ്ങി പിടിയേക്കാം. മിക്സിയിലേക്ക് ചോറ് കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ തേങ്ങ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ചോറ്, തേങ്ങ, ഉപ്പ്, ജീരകം ഇതൊക്കെ ഇട്ട് അരച്ചെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് ഇച്ചിരി വെള്ളം കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് പൊടി കൂടി ചേർത്തിളക്കി ബോളാക്കി ചെറിയ ചെറിയ ബോളുകളാക്കി പിടിയാക്കി ഉരുട്ടിയെടുക്കണം. ഇത് മാറ്റിയിട്ട് മിക്സ് ചെയ്യാം. ചോറും ജീരകവും ഉപ്പും തേങ്ങയും അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടികൾ ചേർത്ത് ഉരുട്ടിയെടുക്കുന്നു. 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടു, 1 ഗ്ലാസ് അരിപ്പുണ്ട്. ഇതെല്ലാം കുഴയ്ക്കാം. 1 ഗ്ലാസ് പൊടി ചേർത്തപ്പോൾ കുറച്ചുകൂടെ ടൈറ്റാകാറുണ്ട്. ഈ പൊടി ഇട്ടിട്ട് ഇളക്കുന്നു. അര ഗ്ലാസ് മൊത്തം ഇട്ടു. മാവ് കുഴിച്ചിട്ട് ഈ ചെറിയ ചെറിയ ബോളാക്കി വെക്കണം. ഉണ്ടാക്കാൻ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചു. ഇനി പിടിയുടെ മാവ് കൈ നനച്ചിട്ട് ചെറിയ ചെറിയ ബോളാക്കി ഈ വെള്ളത്തിലേക്ക് എടുത്തിരുന്നു. കുറച്ചുകൂടി ചെറിയ ബോളാക്കാം. ഇങ്ങനെയെല്ലാം ഉരുട്ടി ഇത് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഇടുന്നു. കയ്യിലൊട്ടി പിടിക്കാതെ കയ്യിൽ നനച്ചിട്ട് മാവ് ഉരുട്ടിയിടുന്നു. ഇങ്ങനെയെല്ലാം ഉരുട്ടിയിട്ടേക്കാം. മാവെല്ലാം ബോളാക്കി കുക്കറിലെ വെള്ളത്തേക്ക് ഇട്ടു. ഈ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. മിക്സിയിൽ കൈയടിച്ച് എടുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്നു. ഈ വെള്ളത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഇനി മൂടി വെച്ച് 2 തവണ വിസിലടിച്ച് കഴിയുമ്പോൾ നിർത്താം. സ്റ്റീം വന്നു കഴിയുമ്പോൾ വെയിറ്റ് വെക്കും. കുക്കറിൽ സ്റ്റീം വന്ന് വെയിറ്റ് വെച്ചു. ഒരു വിസിലടിച്ചു. ഇപ്പം സിമ്മിലിട്ടു, ചെറിയതിലിട്ടു. പുറത്തേക്ക് ചീറ്റി പോകുന്നുണ്ട്. കുക്കറിൻ്റെ പ്രശ്നമാണ്. പിടിയുടെ ചൂടായപ്പം തുറന്നു. ചിക്കൻ, ഉപ്പ്, മഞ്ഞൾ, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഇളക്കി തിരുമ്മി വെക്കണം. ചിക്കൻ കറിയാക്കണം. ഇത്രയും ഇന്ന് കറി വയ്ക്കാം. ബാക്കി പാത്രത്തിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. സവോള വഴറ്റി അരപ്പൊക്കെ ചേർത്ത് ചിക്കൻ വേഗം വെക്കുന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ വെന്തിരിക്കുകയായിരിക്കും.
വേഗം എന്ന് കരുതണം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ കറി റെഡിയായി. പിടി വിത്ത് കറി.